ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വയനാട് ഒരു ട്രിപ്പാണ് കേട്ടോ, 2 ദിവസത്തെ. അപ്പോൾ സ്റ്റേക്കേഷനായിട്ടൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്രസ്സ് വയനാട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു 2 ദിവസത്തെ. ഇന്ന് സാറ്റർഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായ, മോർണിംഗ് 6 ആ ടൈം ആയപ്പോൾ. പിന്നെ സൺഡേ പിറ്റത്തെ ദിവസത്തെ കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേക്കേഷൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടാം റിസോർട്ടിൻ്റെ. നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെ കേട്ടോ. അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല. ഞാനൊരു ഒരു ഇൻഫ്ലുവൻസറിൻ്റെ റീല് കണ്ടിട്ട് ബുക്ക് ചെയ്തായിരുന്നു. അതിൽ കോൺടാക്ട് നമ്പറെല്ലാം കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കൊണ്ട് ചെറിയൊരു കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഹോട്ടലിലേക്ക് കയറി. വയനാട് എത്തുന്നതിന് മുന്നേ ഉള്ള നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അതൊക്കെ കഴിച്ചു. പിന്നെ യാത്ര തിരിച്ചു. അപ്പോൾ ഇതാണ് ഐറ്റം നമ്മൾ ആ സമയത്ത് ഓർഡർ ചെയ്തത്. മോർണിംഗ് ആയ ടൈം ഓർഡർ ചെയ്തത് പൂരിയും മുട്ട റോസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങി. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ സ്ഥലങ്ങൾ കണ്ട് പിന്നെ നമുക്ക് ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് പോയിട്ട് റൂമിലിരിക്കുക അങ്ങനെയുള്ള ഇതായിരുന്നു. പക്ഷേ സ്റ്റേക്കേഷൻ പിന്നെ നമ്മൾ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങൽ മീൻസ് അവിടുത്തെ ആ ഒരു വൈബ് ആസ്വദിക്കലല്ലേ. അതുകൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് സ്ഥലത്തെല്ലാം ഇറങ്ങി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊരു ഭംഗിയാട്ടോ വയനാട്ടിൽ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചോദിച്ചാൽ നിങ്ങൾക്കിത് ആദ്യമായിട്ടാണ് കാണുന്നത്, കാരണം അത്രക്കും ഭംഗിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയത് തിരുനെല്ലി അമ്പലത്തിലായിരുന്നു. അവിടെ ഒരു പായസം ഉണ്ടായിരുന്നു താഴെ തന്നെ. അതൊക്കെ കുടിച്ചു. പിന്നെ ഇറങ്ങി. ഉള്ളിലൊന്നും നമുക്ക് ഫോൺ അലോഡല്ല. എന്നാലും തൊഴുതിറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അവിടെ ഇരിക്കുന്നവരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നമുക്ക് ഫോണ് ജസ്റ്റ് എല്ലാ അമ്പലത്തിലുണ്ട്. എന്നാലും ഇവിടെ എഴുതിയിട്ടും പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല ഉള്ളിലേക്ക്. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പായസം, ഇത് ഇവിടെയുള്ള ആൾ അവർക്ക് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടെ. അപ്പോൾ അവരെ ഇന്ന് വന്നിട്ടുണ്ടായില്ല. പക്ഷേ പായസം നമ്മൾ കുടിച്ചു. പിന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നോക്കുവാണ്. മോനോട് ഇങ്ങനെ ഓരോന്ന് പറയല്ലോ. അവനിങ്ങനെ വാശിയും കുറുമ്പും കാണിക്കുമ്പോൾ മാനുണ്ട്, കുരങ്ങനുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ഥലത്ത് ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അറിയുന്നുണ്ടായില്ല. പക്ഷേ നമ്മൾ അവിടെ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് മോനെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു. അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അവിടെ നേരെ അവിടെ നിന്ന് വിട്ടു. പിന്നെ കുരങ്ങനെല്ലാം കാണിച്ചു കൊടുത്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയുള്ള വെച്ചാൽ ഇത് ടൈം വരുന്നത് ഉച്ചയായിരുന്നു. അപ്പം നമ്മളൊരു ജൂബിലി റെസ്റ്റോറൻറ്റ് വന്നിട്ട് വയനാട് തന്നെയുള്ള സ്ഥലം പ്രോപ്പറായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഇത് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് ഒരാഴ്ച മുന്നേ കേട്ടോ. ടൂറിന് പോയി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പം അതിൻ്റെ ടൈമാണ് കിട്ടിയത്. ലോങ് വീഡിയോ ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം എടുത്തു എഡിറ്റ് ചെയ്യാനൊക്കെ. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കെല്ലാവർക്കും. മോനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനായിട്ട് സ്പെഷ്യൽ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. ഞാൻ ഒരു ചില്ലി ചിക്കൻ ടൈപ്പ് അങ്ങനെ വരുന്ന ഒരു ബിരിയാണിയും ഏട്ടൻ സാധാ ബിരിയാണി. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഭയങ്കര മോർണിംഗേ വിട്ടതുകൊണ്ട് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് നമ്മൾ വെച്ച് വേറെ റിസോർട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ
അഡ്രസ് വയനാട് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ പറയാം കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ. പിന്നെ ഇത് മോർണിംഗ്, പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ ഇൻക്ലൂഡുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കണം കേട്ടോ. അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, നൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയ. ഈ റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് പോയാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ മോർണിംഗ് കഴിക്കുന്നതാണിത്. 2 തരത്തിലുണ്ടായിരുന്നു, ദോശയും മുട്ടക്കറിയും പിന്നെ പുട്ടും കടലയും ചായ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂ നൈറ്റ് ആകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വെയിലത്ത് ഈ സംഭവം കാണാൻ വേണ്ടിയിട്ട്, ആകാശമായാലും. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഉച്ചയായി. മോർണിംഗ് നമ്മൾ വേറെ വീട്ടിൽ പോയി കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉച്ചക്ക് നമ്മൾ മീൽ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 2 ദിവസം നോൺ വെജ് കഴിച്ചിട്ട് എനിക്ക് മീൽ കഴിക്കാനത് തോന്നി. അപ്പോൾ ഏട്ടന്മാരെന്നാൽ അപ്പം നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പൂക്കോട് തടാകമില്ലേ അവിടെ പോയി. അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അത് വാങ്ങിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ മോനെന്തൊക്കെ പറയാം, കുരങ്ങനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതിന് മുന്നേയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം പോയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. ഏട്ടൻ അപ്പോഴത്തേക്ക് എന്നെ നോക്കും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാണ് കുട്ടികളുടെ അവസ്ഥ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കാറിലേക്ക് പോയി. ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കാറിൽ, ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ വെച്ചിട്ട് മോന് കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇത് ഈവനിങ് ആയി കേട്ടോ. നേരെ തിരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.